ഇൻസ്റ്റാഗ്രാം തുറന്നു ഇത് മാത്രമേ ബിച്ചു ഏട്ടൻ തൂക്കിയത് പിന്നെ അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് വെച്ചിടുന്നത്. ഇവക്ക് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഇവനാണ് എന്റെ ചെയ്തത്. ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? വൈറ്റി ട്രോൾസ് എവിടെ 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 അല്ല 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 വാറ് സിഎമ്മിന്റെ വാറ് സിഎം വാറും പ്രീ വാറും അടിച്ചേട്ടാ. വാറ് പ്രീ വാറും അടിച്ചു. നമ്മളെ പിള്ളേരുണ്ട് കുറച്ച്. വാറ് കഴിഞ്ഞ് എടാ കുണ്ണേ ഞാൻ കണ്ടിട്ടല്ലേ വരുന്നേ. ഞാൻ പൊട്ട മൊണ്ണേ. എന്തായാലും വാറ് ജയിച്ചത് ടി.വി ആണ്. നീ പൊട്ടനാണോ അല്ലയോ എന്നൊക്കെ നീ തീരുമാനിച്ചത്. നമുക്ക് അതിലൊരു അഭിപ്രായം പറയില്ല. നമ്മളിപ്പോ പറഞ്ഞാൽ ചിലപ്പോൾ ടോക്സിക് ആയിപ്പോ. ഞാൻ ഇപ്പൊ ഇവിടുത്തെ ഫേസ് ക്യാം പറഞ്ഞിട്ട് നീ പൊട്ടനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ടോക്സിസിറ്റി ആവൂലേ, അത് ഹേറ്റ് സ്പ്രെഡ് ആവൂലേ. അതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കാം പൊട്ടനാണോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും പിള്ളേരവിടെ ഉണ്ടായിരുന്നിട്ട് പറഞ്ഞില്ലേ അടിച്ചു വായി തന്നായിരുന്നു ടി.വിയെ. അവിടെ CM അറിയാവുന്ന പിള്ളേരുണ്ടായിട്ട് ആരും പറഞ്ഞില്ല ടി.വി അടിച്ചു വായി തന്നായിരുന്നു. മൊണ്ണേ സ്വന്തം കാര്യം നോക്കിയാൽ പോലെ ബ്രോ. എന്തിനാണ് അയൽക്കൂട്ടം കളിക്കണത്? ആദ്യം അടുത്ത അയൽക്കൂട്ടം ഫിക്സ് ചെയ്യുക, എന്നിട്ട് പോരെ ബാക്കിയുള്ളവരെ ഫിക്സ് ചെയ്യുന്നത്. സ്വന്തം കാര്യം നോക്ക്. സ്വന്തം വാറ് സ്വന്തം കാര്യം നോക്ക്. 5 സ്ട്രീക്കിൽ എന്തോ തോറ്റോണ്ടിരിക്കുകയല്ലേ, അതാദ്യം ഒന്ന് ഫിക്സ് ചെയ്യ്. ഗോഡ് ഓഫ് വാർ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗോഡ് ഓഫ് വാർ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഇത് ഏത് ഗെയിമാ? ഗോഡ് ഓഫ് വാർ പോലും തീർത്തില്ല, പിന്നെയാണ് ഇനി ഇത്. പക്ഷെ ഇതിനെന്തോ ഇതുപോലെ നമ്മൾ മറ്റേ ബ്ലാക്ക് മിത്ത് ഒക്കെ ചെയ്തതുപോലെ മറ്റേ ഇതിനെന്തോ സ്റ്റോറി ഇതൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ അറിഞ്ഞാലേ ഇത് കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇത് സോൾ ഗെയിം ആണോ അതോ മറ്റേ ഗ്രൈൻഡിങ് ആണോ? ഇത് എന്താ സംഭവം? ഇത് സോൾ ഗെയിം ആണോ? പക്ക സോൾ ഗെയിം ആണോ ഇത്? സ്റ്റോറി മോഡാണ്. സ്റ്റോറി മോഡാണല്ലേ? ഓക്കെ 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 ഓക്കെ. റൈറ്റ് മൈ കാർ. മാറ്റർ ചെയ്തല്ലേ പിന്നെ എന്തിനാ സംസാരിക്കുന്നേ ബ്രോ? ഇവനെ പോലുള്ളവന്മാരുടെ അടുത്ത് ലൈവിൽ ഇരുന്ന് അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ പറ. എന്തിനാ വെറുതെ ടി.വി CM എവിടോ വാർ അടക്കുന്നതിന് ഇവർക്ക് എന്താണ് പ്രശ്നം? അവര് മിണ്ടാതിരുന്ന തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമ്മൾ തിരിച്ചു പറയുമ്പോൾ മാത്രം എങ്ങനെ അത് പ്രശ്നമാണേ? മിണ്ടാതിരുന്ന നമ്മൾ മിണ്ടാതിരിക്കാം. നമുക്ക് വേറെ അങ്ങനെ ആരും ഉപദ്രവിക്കണമെന്നില്ല. നമ്മൾ മിണ്ടാതിരിക്കും. സ്വന്തം കാര്യം നോക്ക്. സ്വന്തം വാറ് സ്വന്തം ഇത് നോക്കി സിറ്റുവേഷൻ നോക്കി പോയാൽ പോരെ. എന്തിനാണ് നമ്മളെ വാർ ജയിച്ചേ? കഴിയാത്ത വാർ കഴിഞ്ഞ് ജയിച്ചു എന്ന് എങ്ങനെ പറയണേ? എന്റെ പൊന്നു. നൈസ്. വണ്ടി ഇത് ഏതായത്? മറ്റേ മറ്റേതേതാ വണ്ടി? ആണോ? അല്ല വേറൊരു ജി വെച്ച് തുടങ്ങുന്നത് ഫ്രോങ് അല്ല. ഇത് ഫ്രോങ്സ് അല്ല. ഗ്ലാൻസ് ആണെന്ന് പറയുന്നത് കുറെ പേര്. അപ്പുറത്തെ ബലോണ ഇപ്പുറത്തെ ഗ്ലാൻസ് ആണോ? ഗ്ലാൻസ് ടൊയോട്ടയുടെ വണ്ടി കൊടുത്തേ ബലേനോടെ സെയിം ഇത് തന്നെ വണ്ടി. അത് ടൊയോട്ടോന്റെ വേരിയന്റ് ഗ്ലാൻസാ. 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാ? എനിക്കത് കണ്ടിട്ട് വിഷമം വരണം. ഞാൻ ഇതാ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. ഒരു
5-6 മാസം മുമ്പ്, 5-6 മാസമല്ല, ഇപ്പൊ എത്രയാണ് റീബിൽഡ് ആക്കിയിട്ട് നമ്മളിപ്പോ എത്രയാടാ? 1 year ആവുന്നല്ലേ? ഒരു 10 മാസം മുമ്പ് 4 പേരെ വെച്ച് ഞാൻ ഇങ്ങനെ നിന്നിട്ടുണ്ട്. എവിടുന്ന് തുടങ്ങും എന്ത് ചെയ്യുമെന്ന് അറിയാതെ, മനസ്സിലായേ? Ambattur Singham to TVA again. Jugru to TVA as TVA Jugru. XKVA member Dorky to TVA. Samrajyam Mobi to TVA. BD the gamer to TVA as R. Welcoming Shoutex to TVA. Amrajyam Mesboy Gogu to TVA. Jude to TVA. Killua Gaming as our coach to TVA. MG3 second to TVA. So we are welcoming KVA Demon to TVA, Ash Brutal to TVA, LX2 to TVA, Bellari Lolan to TVA. Welcoming back Steve Azrael to TVA. We are welcoming Bellari Abel to TVA, Bellari Muchiri to TVA, TVA Muchiri. T47 Destro to TVA, T47 Neil to TVA, Ian to TVA, Tachi to TVA. ഓൾറെഡി ആ ലോബി ആയിരിക്കും തൊടാൻ പറ്റുന്നില്ല, അതിന്റെ അകത്തേക്ക് നീരിട്ട് വരുന്നേ. മൈ ഫക്കിംഗ് ഗോഡ്. ചുമ്മാല്ല പറയുന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കും വാസവണ്ണനെ ഞങ്ങൾക്ക് ആർക്കും തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. അതങ്ങനെയാണ് ദൈവം തുണയ്ക്കെന്ന് പറയുന്നത് സത്യമാണ്. ഓൾറെഡി എല്ലാവരും ലൈനപ്പ് എല്ലാം മാറി ഇതായിരിക്കുന്നതാണ്. അതിൽ നിന്നൊരു പുതിയ ലൈനപ്പ് ഉണ്ടാക്കിയിട്ട് അത് കമ്പാക്ക് എന്നൊക്കെ പറയുന്നത് What I built, bro. Fuck. എന്റെ അമ്മോ, എന്റെ ആള് സത്യം പറയാലോ ഗൈസ്, എന്റെ ലൈഫില് ഞാൻ ഈ ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി നമ്മുടെ എല്ലായിടത്തും ആൾക്കാരൊക്കെ പോകുന്ന സമയം വരെ ആ ഒരു 1.5-2 വർഷം RP എൻ്റെ ലൈഫിന്റെ വലിയ ഭാഗമായിരുന്നില്ല. 1.5 വർഷം ഞാൻ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഭയങ്കര റെയറായിട്ട് ഭയങ്കര ഇതായിട്ടായിരിക്കും ഞാൻ ലൈവ് വരുന്നത്. വന്നാൽ പോലും മാസത്തിൽ 3-4 ലൈവാ യൂട്യൂബിൽ ലൈവ് വരണത്, അല്ലെങ്കിൽ ലോക്കോയിലോ എന്തെങ്കിലും ലൈവ് വരുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് തിരിച്ച് ഈ ഗെയിമിലോട്ടും ഈ ഒരു പേരിനോടും എനിക്ക് അറ്റാച്ച് ആവാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു എൻ്റെ റിയൽ ലൈഫിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് മറ്റേ ഇതായിട്ട് പറയുമല്ല, സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് പറയുമല്ല, പക്ഷേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. എൻ്റെ റിയൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഫാമിലി ടൈം, എൻ്റെ പുറത്ത് പോക്കൽ എല്ലാം മാറി. എന്നെ നിങ്ങൾ TVയുടെ ഒരു ബിൽഡ് ഫേസിൽ ഇത് തുടങ്ങിയപ്പോൾ പോലും എന്നെ അത്ര ആക്റ്റീവായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഗ്യാങ്ങിൽ ഇത്രയും കാര്യങ്ങൾക്ക് അത് എനിക്ക് തന്നെ ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം ഗ്യാങ് ഫോം ചെയ്യുന്ന ടൈമിൽ പോലും ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് ഡെയിലി RP വരിക, അല്ലെങ്കിൽ ഇവരുടെ എല്ലാ ഈ സിനർജി സിങ്കെല്ലാം സെറ്റാക്കുക എന്നുള്ളൊരു സാധനത്തിന് ഞാൻ ഇരുന്നിട്ടില്ല. വൺസ് എനിക്ക് മനസ്സിലായി എവിടെയായിരുന്നു നമുക്ക് പിഴച്ചു പോയത്, എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് തോന്നിയെടുത്തു നിന്ന് ഈ ഗ്യാങ്ങിനെ ഇവിടെ വരെ കൊണ്ടുവരാൻ. പുറത്ത് കുറേ പേർക്ക് ഹെയ്റ്റ് ഉണ്ടാവും നമ്മളോട്, പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇത് റീബിൽഡ് ചെയ്ത് ഇങ്ങനെ നിർത്തി കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് സ്ട്രഗിളും ഒരുപാട് എഫേർട്ടും വേണ്ടി വന്നൊരു കാര്യമാണ് അത്. അതെങ്ങനെയാണ് നാളായിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. We are welcoming T47 Neil to TVA as TVA Neil. Welcome to TVA. വെൽക്കം ടു ടീം നീലോ. ഇവിടെ T47 നീലോ. ഇവിടെ റിക്രൂട്ട്മെന്റ് ടൈമിൽ കുറച്ച് പെയ്ഡ് വീഡിയോ ഇറങ്ങുന്നത് പതിവാണേ. My fucking god. അവനവന്റെ ഫസ്റ്റ് പ്രീവാറിൽ 3-4 പേരെന്തോ അടിച്ചിട്ടാ വീണത്. പ്രീവാറിൽ എന്തോ 3 പേര് 4 പേരെന്തോ അടിച്ചായിരുന്നു. ഹൈഗിൾ ബ്രോ 200 hours into 1 minute. ഇതാണ് ആ റെയ്നയുടെ വീഡിയോ. നിങ്ങൾ ഇതൊക്കെയാണ് ഓരോരുത്തർ എന്നും അതും എന്നൊക്കെ പറയണത്. Roots that never hold, ever grow. I'm running out of places to go. Queen of the night, there's no savior in sight. Futile is the fight in the prison of my life. Now it's just another
of me that I cannot free. 200 മണിക്കൂർ ഇത് എങ്ങനെ ഫോൺ ഓൺ ആക്കി വെക്കുവോ ഇത്? ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം പുള്ളി. Dare I dream of being me? പേയ്മെന്റ് കൊടുക്കേണ്ട വർക്കാണ് എണ്ണാന്നോ? ഹേമന്ത് ബ്രോയോട് ചോദിച്ചാൽ മതി ഞാൻ എന്താ പുള്ളിക്ക് ചെയ്തു കൊടുക്കാറുള്ളതെന്ന്. ഗിഫ്റ്റ് ഹിം സംതിങ്. ഹേമന്ത് ബ്രോ പിള്ളേരൊക്കെ ഗിഫ്റ്റ് തരാനൊക്കെ പറയാറുണ്ട് ബ്രോ. ഗൈസ് നമുക്കിതെല്ലാം കാണിച്ചുകൊണ്ട് ചെയ്യണമെന്നില്ലല്ലോ. ഞാൻ ഓൾറെഡി കൊടുത്തായിരുന്നു അതിനൊക്കെ. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓൾറെഡി ഞാൻ പുള്ളിക്ക് കൊടുത്തതാണ് അതൊക്കെ. ഇത്ര എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ എനിക്ക് അന്നത്തെ ആ വർക്ക്, ആ ഫോട്ടോയിൽ തന്നെ എനിക്ക് പുള്ളിയോടുള്ള ഇംപ്രഷൻ ഭയങ്കര ആയിട്ട് കൂടിയതാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഫോട്ടോ ഇല്ല, അതിന്റെ അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഫോട്ടോ എൻ്റെ ഹെവനിൽ വേറെ ഇല്ല ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഇതിനു മുമ്പ്. എന്നാലും ഞാൻ പറയാം, ഞാൻ അത് കാണിക്കാം. ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഫോട്ടോ എനിക്ക് ആരും ഇതുവരെ ഗിഫ്റ്റ് തന്നിട്ടില്ല. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത് കണ്ട, ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഫോട്ടോ എനിക്ക് ആരും തന്നിട്ടില്ല. ഇത്രയും ഇതുള്ള അതിന്റെ ഡീറ്റെയിലിംഗ്സ് ഒക്കെ നോക്ക്. ഇത് വരച്ചത് 2023 എന്തോ ആയിരുന്നു. ഇത് 2023 എന്തോ വരച്ചാണ് പുള്ളി. എനിക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള വേറൊരു ഫോട്ടോ എന്റെ ഈ ഗെയിമിംഗ് റൂമിൽ ഒരുപാട് ഫ്രെയിംസ് ഇരിപ്പുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള വേറൊരു ഫോട്ടോ ഇല്ല. അത് ഞാൻ എന്തായാലും പറയാം. അന്ന് ഇതുകൊണ്ട് വന്നപ്പോ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആയതാണ്. അയ്യേ, അതിന് നീ എന്ത് കൊടുത്തെന്ന് ഞാൻ നിന്റെ വെട്ടി കൊടുത്തു. നിന്നെ ബോധിപ്പിക്കണമല്ലോ. ഞാൻ നിന്നെ ബോധിപ്പിക്കണമല്ലോ. ചെയ്തു തരുന്ന ആൾക്കാർക്ക് അറിയാം. എന്തൊക്കെ അവർക്ക് അറിയണം. അവന്മാർക്ക് എന്തൊക്കെ എങ്ങനെ കാണിക്ക്. ഞാൻ ഡീസന്റ് ആയ ഞാൻ അൺസീൻ ട്രിഗർ ആനന്ദ തൈലം ഉപയോഗിക്കുന്നത് കൊണ്ടേ ഞാൻ അധികം ട്രിഗർ ആവൂല ഇപ്പൊ. അൺസീൻ വീഡിയോ ഓഫ് ലാലേട്ടൻ ഗിവിംഗ് ഗോൾസ് ടു ന്യൂസ് ചാനൽ ടുഡേ. അയ്യോ, ഇൻസ്റ്റാഗ്രാം തുറന്നു ഇത് മാത്രമേ ഉള്ളൂ. ഹലോ, ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോളാം. ഓടാന്നോ? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തൊണ്ട. എടാ, എല്ലാ വീഡിയോ ചാനലും വിളിച്ചടാ പുള്ളി. അത് പടത്തിന്റെ പ്രമോഷൻ വല്ലതും ആണോടാ? പുള്ളി വിഷു ചെയ്തത് തന്നെയാണ്. അല്ല, അങ്ങനെ വിഷു സമയത്ത് എല്ലാരും വിളിക്കുവോ? എല്ലാ ചാനലുകാരെയും വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായിപ്പോയി. നിന്റെ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രൻ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. ട്രൈ ചെയ്യാം ആർക്കുവാണോ നമ്മളെ വീഴ്ത്താനായിട്ട്. പക്ഷേ നിങ്ങളെന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എല്ലാ ജാൻസിനും പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയപ്പോഴത്തേക്കും വേറെ പ്രശ്നമൊന്നുമില്ല. ആ കോൺഫിഡൻസ് ജയിക്കാനുള്ള ടിവിനെ ചവിട്ടി മോളിൽ കയറണമെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് കളിക്കാൻ ഗ്യാങ് ചെയ്യാം, ബാക്കി എല്ലാ കാര്യം നിങ്ങൾ ആ ബില്ല് ഫോക്കസ് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടും. ടിവിനെ ചവിട്ടി മോളിൽ കയറുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഊരും. കാരണം നടക്കില്ല, അത് പാടാണ്. നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. പക്ഷെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് നോക്കിയവന്മാരൊന്നും ഇതുവരെ എന്തായാലും മര്യാദക്ക് പോയിട്ടുമില്ല. അതത്രേ ഉള്ളൂ. ജിതെക്സ് ബ്രോ 93 ബ്രോ, താങ്ക് യു സോ മച്ച്. 2 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. 2 ചെയ്തോ? 4 ചെയ്ത്. 5 ചെയ്തു ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് രാത്രി. എന്താ പറയാ? ഗുഡ് രാത്രിയോ എന്താ രാത്രിക്കത്തെ പറയാ, മറന്നുപോയി. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. മാക്സിമം എല്ലാരും സ്റ്റോറി വെക്കുക. ആരും ഇനി സ്റ്റോറി വെക്കാതെ
ഇത് ഈ പാവം പിടിച്ചവനെ ആരോ കൊടുത്ത പടിയാണ്. ആവരുത് പ്ലീസ്, ദയവ് ചെയ്ത് സ്റ്റോറി വെക്കണം. ഗുഡുരാത്രിയാ ലാലേട്ടൻ വീട് താഴെ ലാലേട്ടൻ്റെ അത് കാണണം ഇത് കാണണേ. ഒറ്റ കാര്യം കൂടി, ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകൾ. ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു. അല്ലെ, അങ്ങനെയാണല്ലോ. ലാലേട്ടാ ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ആരാ സംസാരിച്ചോണ്ടിരുന്നത്? ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേര് വാഴ 2ന്റെ സംവിധായകനും അതേപോലെ ക്യാമറാമാനാണ് സവിൻസായും അഖിൽ ലൈലാസുരനും. അപ്പൊ രണ്ടുപേർക്കും ഹാപ്പി വിഷു. താങ്ക് യു വെരി മച്ച്. ഇത് കുഞ്ചാക്കോമന്റെ എവിടെ? മറ്റേ അത് ഒരെണ്ണമുണ്ട് അതിനകത്ത്. അതാണ് മേലെല്ലാം കാണോ? എന്തൊക്കെ ഐറ്റങ്ങളല്ലേ അട്ടാ, ഇത് 3 കാണണേ. ഇത് നമ്മളന്ന് ചെയ്തതണ്ണ. ഞാൻ വല്ല പറയട്ടെ, ഞാൻ വല്ല പോലെ നോക്കിക്കൊള്ളാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വല്ലാത്ത ചൂടെടുക്കുന്നു. പോയി വീശാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. എല്ലാം എവിടെ കൺട്രോൾ. വീശാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയുമ്പോ ഒരു ഓൾഡ് ഹോം കൊണ്ട് വെച്ച് വെക്കണമായിരുന്നു അല്ലേ? ഒരു കൊക്കക്കോള, ഒരു ഓൾഡ് ഹോം അല്ലെങ്കിൽ ജവാനോ എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ വേണമായിരുന്നു. ഞാനായിരുന്നു അങ്ങനെ ബെസ്റ്റ് അടിച്ചേനെ. അവസരം കിട്ടിയില്ലല്ലോ. ചെറിയ ചൂടൊക്കെ ഉള്ളൂ. ഒരു ചെറിയ ചൂട് പോലും ദർശനം കടിക്കുന്നത് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പഴും ചൂടെടുക്കുന്നുണ്ടോ ദർശനിക്ക്? അതേ കുട്ടി പറയോ. പക്ഷെ ഇന്നലെ ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് മറ്റേ ഡയനെ അവരൊക്കെ ഇല്ലേ, അവര് ആർപ്പി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അത് കണ്ടിട്ട് ഇവന്മാര് എന്നെ ഊക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്നതാണെന്ന് ഞാൻ പിന്നീട് അറിയുന്നേ. മനസ്സിലായ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇരുന്നങ്ങ് ചെയ്യുകയും ചെയ്ത്. ആണോ? അല്ലല്ലല്ല, അവളാ ആദ്യം ചെയ്തേ. ഇതിനു മുമ്പേ ഞാൻ ഒരു വട്ടം ചെയ്തായിരുന്നു. ഓ മൈ ഫക്കിംഗ് ഗോഡ്. അത് പറ, അങ്ങനെ പറ. അല്ലാതെ ഞാനല്ല ആദ്യം ചെയ്തത്, നീ. അന്നം ദൈവമാണെന്ന് അറിയില്ലേ? അന്നല്ലോ ബിരിയാണി അല്ലേ? എന്നും തന്നെയാണ് കൊച്ചിനറിഞ്ഞോളാം. എന്തൊക്കെയാണാ? 99% of people choose the wrong chair. Which one do you pick? The first is a luxury couch that's insanely comfortable, but the moment you sit down, a 10-minute timer starts counting down. The second is the ultimate gaming chair, but you're forced to play a strange game with a stranger. And if you lose, you never leave. The third is a futuristic massage chair that reads your emotion and reacts. എന്തൊക്കെയാണ് എടുത്തിടുന്നത്? ഗൈഡാർസ് ഒക്കെ കണ്ണും പൂട്ടി ഗെയിമിംഗ് ചെയർ യൂസ് ചെയ്യും. പിന്നെ ഉറപ്പല്ലേ ബ്രോ? ഇതൊന്ന് നോക്കണേ. വെയിറ്റ് ഫോർ art until I find my audience. That's when I start to get anxious. That's when my thoughts can be dangerous. That's when I put on my makeup and drown in self-hatred, forget what I'm saying and where the beat go? Oh, ain't that sad? Drums came in, you ain't seen. ഈടാ, ഞാനോർത്ത് ഈ ചെറിയ പടം കളർ ചെയ്യുമായിരിക്കും. പുല്ലോ, അത് നോക്ക്, നോക്ക്. Where the beat go? Oh, ain't that sad? Drums came in, you ain't seen. എന്ത് കിടില സ്ഥാനോടാ അത്. ഇവന്റെ പേര് എടാ നീ നിന്നെ തന്നെ ഒന്ന് കണ്ടാ. ഇത് ബ്രോ ആലോചിച്ച് നോക്കിയേ, ഇത് ഒരാളുടെ അടുത്ത് എങ്ങനെ പറയും? മിൻ _ എർവ _ SL. അതിന് പകരം ഒരു നല്ല പേര്. എടാ, ഈ നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയണ ഒരു കാര്യമാണ്, പെട്ടെന്ന് ആൾക്കാരിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ വേർഡായിട്ടുള്ള പേരിടണം എപ്പോഴും. എന്നാലേ ഇപ്പൊ തന്നെ ഇത് കാണുന്ന ആൾക്കാർ സെർച്ച് ചെയ്ത് ബ്രോയുടെ പ്രൊഫൈൽ നോക്കാനുള്ള ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവരുണ്ട് എന്നെ പോലെ. ഉറപ്പായിട്ടും. പെണ്ണാണിത്. പെണ്ണാണിത്. പെണ്ണ
അപ്പോഴത്തേക്ക് സെർച്ച് ചെയ്ത് എന്റെ ഫ്രണ്ടാ അല്ല പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഞാൻ പറയാണ് അതൊരു ഭയങ്കര പോയിന്റ് ഉള്ള കാര്യമൊക്കെ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടണം. ഈഗിൾ ഗെയിമിംഗ് കണ്ടില്ലേ, ഈസി. അതുപോലെ എന്തെങ്കിലും നിങ്ങൾ വെറൈറ്റി പേരിടുന്നൊക്കെ നല്ല ഈ അണ്ടർസ്കോയറും അതും ഇതും ഒക്കെ വാരി എടുക്കുമ്പോഴാണ് പ്രശ്നം. നന്നായിട്ട് കിട്ടില്ല കേട്ടോ. അടിപൊളി 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 അടിപൊളി. ഞാനില്ല പബ്ജി പി സി റാങ്ക്ഡ് ഈസിയാടാ. സീരിയസ് ആയിട്ട് പബ്ജി പി സി റാങ്ക്ഡ് ഈസിയാ. റാങ്ക്ഡിലല്ല നല്ല പ്ലേയേഴ്സ് ഉള്ള, മറ്റേതിനകത്താണ് ഇപ്പൊ നല്ല പ്ലേയേഴ്സ് ഉള്ള. റാങ്ക്ഡ് കുറെ ബോട്ടാ കുറെയൊക്കെ, അല്ലെങ്കിൽ നല്ല കുറച്ചുകൂടെ റാങ്ക് മേളിൽ കയറണം. ഇപ്പൊ നമ്മൾ കളിക്കുന്നതിനകത്തെല്ലാം ബോട്ടാ. വയസ്സിന് 20 പല ഭാരമേന്തിയ കരങ്ങള് ഉള്ളിലെ കഥനം മാറ്റുവാനിന്ന് എഴുതി വെച്ചെന്റെ വരികള്. വയസ്സിന് 20 പല ഭാരമേന്തിയ കരങ്ങള് ഉള്ളിലെ കഥനം മാറ്റുവാനിന്ന് എഴുതി വെച്ചെന്റെ വരികൾ. ഞാൻ പറയും കാര്യം നേരാ, എന്റെ തൂലിക തടയാൻ ആരാ വരിയിൽ ചൂടുപിടിക്കണ കാര്യ. ഞാൻ പറയും കാര്യം നേരാ, എന്റെ തൂലിക തടയാൻ ആരാ വരിയിൽ ചൂടുപിടിക്കണ കാര്യ. അക്ഷരങ്ങൾ കൊണ്ടുച്ചരിക്കുവാൻ ഇന്നീ ഉലകില്ല. ഇന്ന് തക്ഷണം കൊണ്ട് മത്സരിക്കുവാൻ ഇന്നീ ആരാ ചാര് ആര് ആ നാട്ടില്. കൊള്ളാടാ, കൊള്ളാം, നല്ല പാട്ടാ, കൊള്ളാം. ഹലോ ചന്ദ്രന്റെ ചേട്ടന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ ചെന്നപ്പോ ഒരു വണ്ടി ഉത്സവ പെരുന്നാൾ പോലെ നിന്ന് കത്താണ്. അതിനകത്തുനിന്ന് പാട്ടും സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി സൗണ്ട് ഒക്കെ കേട്ടിട്ട്. ചെറുക്കൻ ഏതോ പുതിയ ലോകത്തെത്തിയത് പോലെ കേട്ടാ. ബ്ലാക്ക് മാമ്പേലെ പിള്ളേരുടെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് പൊട്ടിയിലായിരുന്നു അവിടെ. അതിന്റെ വോക്കല് നോക്ക് വെളിയിലോട്ട്. ആരാ എന്താ ബ്ലാക്ക് മാഫിയ. ഓ സോറി ബ്ലാക്ക് മാഫിയ. എടാ നീയൊക്കെ പോലും ഒന്നും പറഞ്ഞു തന്നില്ലല്ലോടാ എന്റെ. Who was the best line? Vai ganhar, você tem que fazer tudo que os faixas mandar. Minha piroca que eu posto no TikTok. Quer ficar famosa, quer ganhar iPhone. Quer ficar ഒരു അഭിപ്രായം പോലും പറയല്ലേ ഇതിലൊന്നും. വാട്ട് ഇഫ് തൂക്കി സോങ്ങാടെ റാപ്പ് ഔട്ട്. അയ്യോ കേട്ടതായിരുന്നു. ഇത് കിടില സാധനം കേട്ടോ ഗൈസ്. ഇത് കണ്ട് ഞാൻ എനിക്കകത്തടച്ചു വച്ച മൂർച്ചയുള്ള വാക്കു പിന്നെ വിപ്ലവം എന്ന് ഞാൻ ഒതുക്കി വച്ച കൈക്കരുത്ത് രണ്ടും എന്റെ അകത്തു നിന്നിതാ പുറത്ത് ചാടി വന്ന് നീതി കെട്ട തമ്പുരാന്റെ നേരെ തന്നെ ഞാൻ എടുത്ത്. നീതിബോധം എന്നതിന്റെ താഴെയാണ് എനിക്ക് ദൈവം. എന്റെ നീതി ചത്തിടാതെ കാത്തിടേണ്ടത് എന്റെ ധർമ്മമാകയാൽ എനിക്ക് ചുറ്റും അന്ധകാര ചിന്ത മൂടി എന്റെ നേരെ വാള് വീശി വായടക്കി നിർത്തിയാൽ ഞാൻ ഒതുങ്ങി നിൽക്കുകയില്ല. തമ്പുരാന്റെ ചൊൽപ്പടിക്ക് ഞാൻ അടക്കി വയ്ക്കുകയില്ല. എനിക്കകത്തെ ഉൾക്കരുത്ത് നീതിമാൻ എനിക്കകത്തെ വിപ്ലവ ചുമപ്പിനാലെ തൂക്കും ഈ കരങ്ങളിൽ തമ്പുരാൻ തലയ്ക്കുമേലെ. മുന്നും പിന്നുമില്ലാതെയാക്കി അതിനാൽ ചോന്ന കൈകളും തൂക്കി. മുന്നും പിന്നുമില്ലാതെയാക്കി അതിനാൽ ചോന്ന കൈകളും തൂക്കി. ഇലക്ഷൻ LDF ജയിക്കുവാണെങ്കിൽ ഈ വീഡിയോ ഇടാം. നീതിബോധം എന്നതിന്റെ താഴെയാണ് എനിക്ക് ദൈവം എന്ന് നീതി ചത്തിടാതെ കാത്തിടേണ്ടത് എന്റെ ധർമ്മം. ഓ കൊള്ളാലേ, കിടില സാധനമല്ലോ. എനർജി പവർ റാൻഡമൈസ്ഡ് കൂടെ വേണമെങ്കിൽ ചാത്തൻ അക്കൗണ്ട് വരും. എടാ ഞാനിത് എങ്ങനെ ഇരുന്ന് മൊത്തം ഇത് ഞാൻ ഇവരുടെ ഈ സാധനങ്ങളൊന്നും ഞാൻ കാണാറില്ല. ഇതെന്താ ഇവക്ക് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഇപ്പൊ കൊറേ പേരുടെ ഇറങ്ങി കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന്. സ്നൈപ്പ് ഇവനാണ് എന്റെ ചെയ്തത്. ഇവരെ തപ്പി പിടിച്ചെടുക്കണം. അവനെനിക്ക് ആളെ കണ്ടുപിടിക്കണം കേട്ടാ. ആക്ഷേപക്കാരൻ വെളിയിലിറങ്ങാൻ വയ്യ.
എല്ലാരും കിടന്ന് കളിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സന്തോഷം കേട്ടാ. ഈ പാട്ട് കേട്ട് ഞാൻ വെറുത്തട ഇത് കേട്ട്. ഇങ്ങനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പോടാ, ഇത് ഫേക്ക് ആയിരിക്കുവോ? ഇത് ഒറിജിനൽ ആണോ? ഇത് സത്യം നമ്മളെപ്പോലെ ബുദ്ധിയുള്ളവന്മാരാട്ടോ അതൊക്കെ. 3 മില്യൺ ആയ റീല്, 3 മില്യൺ വ്യൂസ് എന്തോ ആ റീലിന്. 3 മില്യൺ പറഞ്ഞ ആലോചിക്കണം. 30 ലക്ഷം പേര്. ഈ 30 ലക്ഷം പേര് എന്തോരം ഉണ്ടാവും അറിയോ നിങ്ങക്ക്? ഒന്നും വേണ്ട, 14,000 പേര് ലൈവ് കാണുന്ന എന്തോരം ഉണ്ടാവും അറിയോ? അയ്യോ, ഒരു ഗ്രൗണ്ടിൽ തികയൊന്നുമില്ല 14,000 പേരൊന്നും. സ്റ്റേഡിയം പോലത്തെ ഇല്ല. ദർശന നല്ല കുട്ടിയാ അല്ലേ വരുന്ന വാസു? ദർശന നല്ലൊരു കുട്ടിയാ. പ്രകൃതിയുടെ സൂചന, മഴ. I love you ദർശന. I love you. I love you too. കാറ്റിൽ ചുവടുലയൽ മഴ പൊള്ളണോക്കിൽ ലൈവ് ആണെന്നവർക്കറിയാം ഇത് അന്നത്തെ ഒരു ഡ്രാമ RP ആയിരുന്നു അത്. എന്റെ ഓഡിയൻസിന് മനസ്സിലാവും കാര്യം. അല്ലെങ്കിൽ ഭയങ്കര ക്രിഞ്ചല്ലേ. അതെ, ആവാൻ നിൽക്കാം. ഞാൻ പോയി തള്ളി. കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ട് ആ ഉണ്ടാക്കി ചേരുന്നു. ഓരോ സമയങ്ങളിൽ മാത്രം പ്രത്യേക തരം ഒരു എന്താ പറയാ സിഗ്മയിസം വരുന്ന ഒരുത്തനാണിത്. മനസ്സിലായ? അപ്പൊ ഭയങ്കര താളം വന്നാരോ. ഞാൻ നമ്മുടെയൊക്കെ മുമ്പിൽ വരുമ്പം പറയുന്ന വർത്താനം കേൾക്കണേ. അയ്യേ, റിലേഷൻഷിപ്പ് ഭയങ്കര പുച്ഛമാ. അപ്പോഴത്തേക്കിന് ഭയങ്കര പുച്ഛമാ. ഒരു കപ്പിൾ ആർപ്പിക്ക് വേണ്ടി ഇത്രയും തരം താഴെ എനിക്ക് പറ്റൂലേ. അത് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറയുവാണേ, എനിക്ക് പറ്റൂലേ. ഇവിടെ പല ആൾക്കാർക്കും പറ്റും, ചിരിക്കുന്നവനും കരയുന്നവനും എല്ലാം പറ്റും. എനിക്ക് പറ്റൂലേ. എനിക്ക് ആ ലെവലിലേക്ക് പോകാൻ പറ്റൂലേ. കണ്ണാപ്പി എടുക്കുന്ന സിറ്റുവേഷൻ കാണാൻ ഭയങ്കര രസമുണ്ടോ? മുളച്ചെടുക്കുന്ന സിറ്റുവേഷൻ ആയാല് അപ്പൊ മനസ്സിലായി. ഒരു കാരണം ഉണ്ടാക്കി തരും, മനസ്സിലായി. ഒരു പ്രോപ്പർ റീസൺ ഉണ്ടാക്കി തരും ഒരു സിറ്റുവേഷനിൽ. നമുക്കത് ചോദിച്ചു തന്നാലും എന്ന് പറഞ്ഞോണ്ടില്ല. ഓപ്പോസിറ്റ് ചെയ്യുന്നവനെ വെറുപ്പിച്ചിട്ട് അവനായിട്ട് അതാണ് അത് അവന് മാത്രമുള്ള കഴിവാണ്. ബാക്കിയൊക്കെ നമ്മളെ സൈഡിൽ മിസ്റ്റേക്ക്. ഇപ്പൊ നമ്മളെ പോയി എടുക്കാൻ പോയെന്നാലും സത്യം കേട്ടോ, ഇവൻ എന്നെ വെറുപ്പിക്കാതിരിക്കാനാണ് ഇവനെ ഞാൻ TV എടുത്തത്. സത്യം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളെ സൈഡ് എന്തെങ്കിലും കുറ്റം കാണും. പക്ഷെ അവ അങ്ങനെയല്ല. പള്ളി എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ കുറ്റമാക്കി അത് എങ്ങനെ പറ്റില്ല. മനസ്സിലായത്? ഇവനോട് തർക്കിച്ച് വരുമ്പോ ലാസ്റ്റ് നമ്മളായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയാണ്. ഒരു സംശയമില്ല. നിങ്ങൾ സിറ്റി വന്ന് നോക്ക്. ഈ ബാക്കി അടിയൊക്കെ ഉണ്ടാകുമ്പോ ഗ്യാങ്സുകാർ പറയത്തില്ലേ, നിങ്ങൾ ഇവന്മാരെ ലൈവിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി PC മേടിച്ച് സിറ്റി വന്ന് നോക്ക് എന്ന് പറയും. അങ്ങനെ വരുമ്പോ നിങ്ങൾ ആദ്യം വെറുക്കണത് ഇവനോട് സംസാരിച്ചാലാണ്. മനസ്സിലായ? പോയിങ്ങനെ ആലോചിക്കാൻ പോലും വയ്യ പണ്ടത്തെ. നിങ്ങൾക്ക് അറിയേണ്ട നമ്മളെ വ്യൂവേഴ്സ് ആണെങ്കിലും നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മളെ ഒരു ഡിസ്മാൻഡിൽ അങ്ങനത്തെ ആക്കുന്ന ഇഷ്യൂ വന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ഉള്ള ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും
നമ്മുടെ കൂടെ ഒപ്പം നിന്നുള്ള ഗ്യാങ്ങാണ് TVA. ഈവൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് TV ആണ് KV മാത്രമേ ഉള്ളൂ TVക്ക് ബ്രദർഹുഡ് എന്ന രീതിയിൽ. സോ അതന്നെ എനിക്കും പറയാനുള്ളത്, നമുക്കും തിരിച്ച് TVA മാത്രമാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ബ്രദർഹുഡായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. സത്യല്ലേ മയിര്, അയ്യോ. hope you like it. പരിത്രാണത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനിൻ തിരുക്കരത്തിലുണ്ടനിശം പരദേവനഹോ നമുക്ക്. ഞാൻ ഗൈസ് ഒരു 1 year ബാക്ക് ഞാൻ ഈ പറയണത് പോലെ നോർമൽ പെൻസിൽ വെച്ച് വരയ്ക്കുന്നതും ഈ ഡിജിറ്റൽ പെൻ ഐപാഡിൻ്റെ പെന്നും മറ്റേ ഇതൊക്കെ വെച്ച് വരയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് വലിയ കഴിവൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാനത് മേടിച്ചായിരുന്നു. അത് മേടിച്ച് വരച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് വരച്ചാലും സാമാനം പോലെ ആയി പോകുന്നത് കൊണ്ട് പിന്നെ ലാസ്റ്റിൽ ഒരു പയ്യന് കൊടുത്തത്. ഞാൻ സത്യമായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ എനിക്ക് കഴിവില്ല അതിനുള്ള, മനസ്സിലായ? അത് സാധനം മേടിച്ചിട്ട് ലാസ്റ്റ് എന്ത് വരച്ചാലും സാധനം പോലെ ആയി പോകണത്. ലാസ്റ്റിൽ ഒരു വരയ്ക്കാൻ അറിയാവുന്ന ഒരു പയ്യന് കൊടുത്തു ഞാനത്. ഇത് വെച്ച് വരയ്ക്കണത് പോലും അത്ര എളുപ്പമുള്ള കാര്യമില്ല, അത് വരയ്ക്കാൻ അറിയണം. അത് ഭയങ്കര പാടാണ് ആ സാധനം. ബ്ലെൻഡറാണോ യഥാർത്ഥ ബസ്സാണോ ഇത്? ചിലപ്പോ പറയാമല്ലോ ഇത് ബസ്സായിരിക്കും. ഇത് ഒറിജിനലാണോ? ഇത് നക്കി വെക്കുക വണ്ടി നമ്പർ പ്ലേറ്റ് എന്താ മറച്ചേക്കണേ? അത് പുറത്ത് കാണിച്ചുകൂടാ. അത് അങ്ങനെ സീനുണ്ട്? അല്ല അങ്ങനെ സീനുണ്ടോ? ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ അണ്ണാ ഇത് ബ്ലെൻഡറാണ്. ഇത് ബ്ലെൻഡറാ. കൽമോൾട്ടൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ഇത് ബ്ലെൻഡർ ആകുമ്പോ അവർക്ക് നമ്പർ പ്ലേറ്റ് കൊടുത്തൂടാ, മനസ്സിലായില്ലേ? ന്യൂ വണ്ടിയാണോ? നമ്പർ പ്ലേറ്റ് കിട്ടിയില്ലായിരുന്നു. ഇത് പുതിയ വണ്ടിയാണോ ഇത്? എടാ ഇത് ബ്ലെൻഡർ ഇത് ഒറിജിനൽ ആണെന്ന് എല്ലാരും പറയണേ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒറിജിനൽ. ഇത് സംഭവം ഒറിജിനൽ കണ്ടോ? അപ്പൊ ഈ അതിനകത്തിരിക്കുന്ന ആളെ നോക്ക്, അതിനകത്തിരിക്കുന്ന ആളെ നോക്കല്ലേ? എടാ അല്ല ഞാൻ വേറെ ചോദിച്ചോട്ടെ, അപ്പൊ ഈ കളർ കൊടുത്തേക്കുന്നതിന് അർത്ഥം ഇത് AITP അല്ലേ? അപ്പൊ കളർ അടിക്കണമെങ്കിൽ AITP വേണം. അങ്ങനെ എടുത്തേ ബസ്സിനെ പറ്റിയൊക്കെ പഠിച്ചേ അറിയണ്ട. പിന്നെ ബസ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? എത്ര നാളായിട്ട് നമ്മൾ ബസ് റിയാക്ട് ചെയ്യണത്. അതെന്താന്ന് പറയാ ഗൈസ്, ഞാൻ ഇതൊക്കെ നോക്കാനുള്ള കാരണം എന്താ പറയട്ടെ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ബസ്സിനെ പറ്റി എന്തെങ്കിലും റിയാക്ട് ചെയ്തിടുമ്പോ ഓരോ ഈ ബസ്സിന് ഡൈഹാർഡ് ആയിട്ടുള്ള ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്നെ മെൻഷൻ ചെയ്ത് തള്ളക്കി വിളിക്കും. അപ്പൊ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഞാൻ എടുത്ത് നോക്കും. രാഷ്ട്രീയ അടി എന്നൊക്കെ പറഞ്ഞ് അവരെന്തെങ്കിലും പറയടാ, അത് ബസ്സിന്റെ അതാണടാ ഇതാണടാ. എനിക്കിതിനെ പറ്റി അറിയില്ല. പിന്നെ ഞാൻ അങ്ങനെ കുറെ ബസ് കണ്ട് എന്തൊക്കെ പറയാനാണെന്ന് പറ. I hate your taste in music. I hate your taste of music. I hate your taste in music.
We don't care. ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഗണേശ ശരണം ശരണം ഗണേശ ഏകദന്തനെ ലംബോദരനെ വിശ്വവാഹനെ ഗണേശ ശരണം. ഇതൊക്കെയാണ് പ്രൈം ആർപികളായിരുന്നു. എന്നാ ATPയുടെ ഫുൾ ഫോം എന്താണെന്നോ? ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് പെർമിറ്റ്. അതാണാ കറക്റ്റ് ആണോ? ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് പെർമിറ്റ് ആണോ? അത് തന്നെ ഇവർക്കെല്ലാം അറിയണ, മനസ്സിലായില്ലേ? എനിക്കും അറിയാവേ. അതല്ലേ ഓൾ ഇന്ത്യ പെർമിറ്റ് ആണ്. ഓൾ ഇന്ത്യ പെർമിറ്റ്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറയണ കുറെ പേര്. ടൂറിസ്റ്റ് ആണോ? ഈ ട്രാവലും ടൂറിസ്റ്റും എല്ലാം ഒന്ന് തന്നെ. അല്ല, ട്രാൻസ്പോർട്ട് ആയിരിക്കും. എന്റെ അലാറം ഇതാണെന്ന്. ഇതൊക്കെ ഞെട്ടി എണ്ണിക്കാൻ കണ്ണാപ്പി. പരിപാടി ഒന്നുമില്ല. റീല് ഷൂട്ട് ചെയ്യാൻ മാമ. റീല് ഷൂട്ട് ചെയ്യുന്നതാണോ? പാരഷൂട്ട് ആരാ അത്? കണ്ണാപ്പി എന്താ ഈ മാസ്ക് എവിടെയോ കണ്ടു നല്ല പരിചയം കേട്ടാ. ഒലിപ്പുറത്തെ അമ്പൽപ്പാടൊന്നും കണ്ടാലോ? എവിടുത്തെ അമ്പൽപ്പാടാ? ഒലിപ്പുറത്തെ അമ്പൽപ്പാടൊന്നും കണ്ടാലോ? ഒലിപ്പുറം. എന്റെ നാടാണ്. ആണോ? ഇത്തിരി ഏരിയയിലുള്ളല്ലേ? എന്താ? ഹലോ ഇച്ചിരി ഏരിയയിലൊന്നും അല്ലടോ. ഇത് കണ്ടോ? ഇത് പാടമല്ലേ? ഇച്ചിരിയിലൊന്നും അല്ലത്. അല്ല, താമരക്ക് ഈ കളറാണ് ഗ്രേഡിങ് കൊടുത്തത്. ഗ്രേഡിന്റെ കളറായിരിക്കടാ. ഗ്രേഡിന്റെ കുക്ക് ചെയ്യണ സമയം ബോർഡിക്കുമ്പോ എടാ പ്രവീണ ഒരു പാട്ട് പാടണമെന്ന് പറയോ? കേട്ടറിഞ്ഞ വാർത്തയൊന്നും സത്യമല്ല പൊന്നേ, കണ്ടറിഞ്ഞ സംഭവങ്ങൾ സത്യമല്ല കണ്ണേ. ആയിരം കൺകളാ ആമുഖം കാണുവാൻ, ആയിരം കൈകളാ മെയ്യോടു ചേർക്കുവാൻ, നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ, നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ. ഹൃദയ സഖി സ്നേഹമയി, ആത്മസഖി അനുരാഗമയി, എന്തിനു നിന്നും പടനിനിയും, എന്തിനു നിന്നോവുകളിനിയും, എന്നും നിൻ തുണയായി നിഴലായി നിന്നരികെ ഞാനുണ്ടല്ലോ ഹൃദയ സഖി. അടിപൊളി. ഈ പാട്ടിന്റെ ഇടയ്ക്ക് ഞാൻ എന്താണ് അഭിപ്രായം വലിയ സംസാരിക്കാത്തതെന്ന് അറിയാവോ? നിങ്ങൾ ലൈവ് കാണുന്നവർക്ക് അറിയാം എൻ്റെ ഇത് കേട്ടോ. ഇത് ക്ലിപ്പായിട്ട് വരുമ്പോഴേ ചിലപ്പോൾ ഈ ക്ലിപ്പ് ഇട്ട ഇതായിരിക്കും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ കാണാൻ നേരം അതിൻ്റെ അടിയിൽ എന്താടാ ഫുണ്ടേ, ഈ മേളിൽ താഴെ ഇരിക്കുന്ന ഫുണ്ട് എന്ന് വാറച്ചിരുന്നവരെ പാട്ട് കേൾക്കായിരുന്നു, ഈ കഴിവണ മറ്റേ വായിക്കാത്തതിൽ കുത്തിക്കയറ്റാൻ പറ്റുമോ? ഇതൊക്കെയാണ് കമന്റ് വരുന്നത്. ഇത് എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിലൊന്നും മറുപടി പറയാറില്ല, കാരണം ഞാൻ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാറില്ല, മനസ്സിലായോ? അപ്പൊ ഏകദേശം 1.5 മണിക്കൂറായി. ഉണ്ടെങ്കിൽ ചാക്കോച്ചന് ഒരു വിഷു ആശംസ. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ചാനലിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു.
ഇത് കിണ്ടി ഉണ്ടെങ്കിൽ ചാക്കോച്ചന് ഒരു വിഷു ആശംസ. ഞാൻ ഹാപ്പി വിഷു നേരത്തെ വേറൊരു ശാലയിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു. അതൊരു ഹാപ്പി വിഷു. ആരാ സംസാരിച്ചോണ്ടിരുന്ന? ഹാപ്പി വിഷു എന്റെ അന്നം വിട്ട് നിന്ന് പോയെന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. വിഷു നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന്റെ സന്തോഷം കൂടെ അറിയിക്കുന്നു. ഞാൻ US-ലാണ്. സുചിത്ര ചേച്ചി എന്റെ കൂടെ ഉണ്ട്, മറ്റവരൊക്കെ ഓരോ സ്ഥലത്താണ്. സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയേണ്ട. രണ്ടുപേർക്ക് ഹാപ്പി വിഷു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഞാൻ നേരിടും. വിഷു ഏട്ടൻ തൂക്കിയത് പിന്നെ അല്ലാതെ. അപ്പൊ ഡിസ്കോ ട്രോൾസ് കാണാൻ എല്ലാവർക്കും